ഒരു ജോലി തുടങ്ങാനിരിക്കുമ്പോൾ പെൻ കാണാനില്ല, നോട്ട്ബുക്ക് കിട്ടുന്നില്ല, ഫയൽസ് റെഡിയല്ല, മൈൻഡ് കൺഫ്യൂസ്ഡ്. അവസാനം എന്ത് സംഭവിക്കും? വർക്ക് പോസ്റ്റ്പോൺ ചെയ്യും. പല ആളുകളും ഹാർഡ് വർക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, ഫെയിൽ ആകുന്നത് പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ബ്രയാൻ ട്രേസിയുടെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കില് ചാപ്റ്റർ 9 പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യമാണ്. ബിഫോർ യു ബിഗിൻ പ്രിപ്പയർ thoroughly. സിമ്പിൾ ആയൊരു ഹാബിറ്റ്, പക്ഷെ ലൈഫ് ചേഞ്ചിങ് റിസൾട്ട് തരുന്ന ഹാബിറ്റ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോട്ടിവേഷൻ, പ്രൊഡക്ടിവിറ്റി, സെൽഫ് ഗ്രോത്ത് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുമല്ലോ. ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് ഇതാണ്: വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കൂ. അതായത് മെറ്റീരിയൽസ് റെഡി, മൈൻഡ് റെഡി, എൻവയോൺമെന്റ് റെഡി. പ്രിപ്പറേഷൻ ഇല്ലാതെ തുടങ്ങുന്ന ജോലി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എവറി ഇന്ററപ്ഷൻ ബ്രേക്സ് ദ ഫോക്കസ്. വൈ പീപ്പിൾ പ്രൊക്രാസ്റ്റിനേറ്റ്? പലർക്കും തോന്നുന്നത് എന്താണ്? മടി, വർക്ക് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഇല്ല. പക്ഷേ റിയൽ പ്രോബ്ലം പലപ്പോഴും മോട്ടിവേഷൻ അല്ല, പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതൊന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. ഒരു സ്റ്റുഡന്റ് പഠിക്കാനിരിക്കുന്നു, തൊട്ടടുത്ത് ഫോണുണ്ട്, സ്റ്റഡി ടേബിൾ ബുക്കുകൾ ചിതറിക്കിടക്കുന്നു, പെൻ കാണാനില്ല, ചുറ്റിനും വലിയ ബഹളം, ഒന്നുകിൽ TV അല്ലെങ്കിൽ വീട്ടുകാരുടെ ഉറക്കെയുള്ള സംസാരം. 5 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടിയുടെ കോൺസെൻട്രേഷൻ പോകും. അവസാനം പിന്നെ പഠിക്കാം എന്ന് തീരുമാനിക്കും. ഇതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. എന്നാൽ മറ്റൊരു കുട്ടി, അവൻ കൃത്യമായി അവന്റെ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്തു വെച്ചിരിക്കും, ബുക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പെൻ റെഡിയായി എപ്പോഴും അവന്റെ മേശപ്പുറത്തുണ്ടാകും, ഫോൺ പഠിക്കുന്ന സമയം സൈലന്റ് ആയിരിക്കും. അവൻ നേരെ ഫോക്കസ് മോഡിലേക്ക് പോകും. ഒരു വർഷം കഴിഞ്ഞാലോ അല്ലെങ്കിൽ എക്സാം റിസൾട്ട്സ് വരുമ്പോൾ ആരാണ് വലിയ വിജയം നേടുക? ഒബ്വിയസ്ലി പ്രിപ്പയർഡ് സ്റ്റുഡന്റ് ആയിരിക്കും. ഓഫീസ് ലൈഫിലും സെയിം ആണ്. ഒരു എംപ്ലോയി മീറ്റിംഗിലേക്ക് വരുന്നു, ഡോക്യുമെന്റ്സ് റെഡിയല്ല, പ്രസന്റേഷൻസ് ഇൻകംപ്ലീറ്റ് ആണ്, ഡേറ്റ മിസ്സിംഗ് ആണ്, കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കുറയും. എന്നാൽ മറ്റൊരു എംപ്ലോയി എവറിഥിംഗ് പ്രിപ്പയർഡ്, നോട്ട്സ് റെഡി, ക്ലിയർ പ്ലാൻ, ആൾ കാം ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. പ്രിപ്പറേഷൻ ക്രിയേറ്റ്സ് കോൺഫിഡൻസ്. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നേരത്തെ കുറിച്ച് പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ വിജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ബ്രെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. വെൻ എവറിഥിങ് ഈസ് റെഡി, ബ്രെയിൻ ഗെറ്റ്സ് ഫ്യൂവർ എക്സ്ക്യൂസസ് ടു അവോയ്ഡ് വർക്ക്. അങ്ങനെയാണ് എല്ലാം ഓർഗനൈസ്ഡായി അറേഞ്ച്ഡായി നമ്മുടെ കൺമുന്നിലുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ബ്രെയിനും ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർഡ് ആകും. ഇല്ലെങ്കിലോ ബ്രെയിൻ ഇവിടെ കംഫർട്ട് ചൂസ് ചെയ്യും. അതുകൊണ്ടാണ് നാളെ തുടങ്ങാം, പിന്നെ തുടങ്ങാം, ഇപ്പോൾ മൂടില്ല എന്ന തോട്ട്സ് വരുന്നത്. ദാറ്റ്സ് ദ പവർ ഓഫ് എ ക്ലീൻ എൻവയോൺമെന്റ്. യുവർ എൻവയോൺമെന്റ് അഫക്ട്സ് യുവർ ഫോക്കസ്. മെസ്സി റൂം, മെസ്സി മൈൻഡ്. ക്ലീൻ സ്പേസ്, ക്ലിയർ തിങ്കിങ്. സക്സസ്ഫുൾ പീപ്പിൾ പലരും വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് വർക്ക് സ്പേസ് ഓർഗനൈസ് ചെയ്യും. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ വിങ്സ് ഓഫ് ഫയറിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. രാവിലെ അദ്ദേഹം ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫീസ് ടേബിൾ ഓർഗനൈസ് ചെയ്യുന്നതിനെ പറ്റി. കാരണം സക്സസ്ഫുൾ പീപ്പിളിന് അറിയാം, എക്സ്റ്റേണൽ ഓർഡർ ക്രിയേറ്റ്സ് ഇന്റേണൽ ക്ലാരിറ്റി. ഈറ്റ് ദാറ്റ് ഫ്രോഗിൽ സജസ്റ്റ് ചെയ്യുന്ന പവർഫുൾ ടെക്നിക്കാണ് നൈറ്റ് ബിഫോർ പ്രിപ്പറേഷൻ. രാത്രി തന്നെ നെക്സ്റ്റ് ഡേ ടാസ്ക് ലിസ്റ്റ് എഴുതുക, റിക്വയർഡ് മെറ്റീരിയൽസ് റെഡിയാക്കുക, പ്രയോറിറ്റീസ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോർണിംഗ് കൺഫ്യൂഷൻസ് കുറയും, എനർജി സേവ് ചെയ്യും, ഫോക്കസ് ഇൻക്രീസ് ചെയ്യും. ലൈഫിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും ചെറിയ ഹാബിറ്റ്സിൽ നിന്നാണ് വരുന്നത്. പ്രിപ്പയർഡ് പേഴ്സൺ യൂഷ്വലി ലുക്സ് മോർ കോൺഫിഡന്റ്, മോർ പ്രൊഫഷണൽ, മോർ റിലയബിൾ. പീപ്പിൾ ട്രസ്റ്റ് പ്രിപ്പയർഡ് പീപ്പിൾ. ഫ്രം ടുഡേ നിങ്ങളും ചെയ്യൂ. സ്റ്റെപ്പ് 1, വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കുക. സ്റ്റെപ്പ് 2, വർക്ക് സ്പേസ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആക്കി വയ്ക്കുക. സ്റ്റെപ്പ് 3, ഫോൺ ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ചെയ്യുക. സ്റ്റെപ്പ് 4, നൈറ്റ് ബിഫോർ പ്ലാനിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 5, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി വൺസ് പ്രിപ്പറേഷൻ ഈസ് കംപ്ലീറ്റ്. പ്രിപ്പറേഷൻ റെഡ്യൂസസ് റെസിസ്റ്റൻസ്. സക്സസ് പലപ്പോഴും ടാലന്റ് കൊണ്ടല്ല വരുന്നത്. പ്രിപ്പയർഡ് ആളുകൾക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. ബിക്കോസ് വെൻ ദ മൊമെന്റ് കംസ് ദേ ആർ റെഡി. റിമെമ്പർ, സ്മോൾ പ്രിപ്പറേഷൻ ടുഡേ ക്യാൻ ക്രിയേറ്റ് ബിഗ് സക്സസ് ടുമോറോ. പ്രിപ്പറേഷൻ ഈസ് പവർ. റെഡി മൈൻഡ്, റെഡി ടൂൾസ് ആൻഡ് റെഡി എൻവയോൺമെന്റ്. ഇവ സക്സസിനുള്ള സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും
മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ.